ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് മാസം 20, 2024 മഴ ലഭിച്ചു. ഇനി കൊളോക്കാസിയ അഥവാ ചേമ്പ് എങ്ങനെ നടാം എന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. മുറിച്ച് വെച്ച ചേമ്പുകളായാണ് ഈ കാണുന്നത്. ഇത് ഒരു വട്ടം സമ്പുഷ്ടീകരിച്ച ജൈവവളമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണ്ട് 3/4 അടി താഴ്ചയും 2 അടി വട്ടമുള്ള കുഴികളാണ്. ഈ കുഴികളിലേക്ക് നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ട്രൈക്കോഡർമയും അല്പം അയാളും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 3-4 ദിവസം വെച്ചതാണ് സമ്പുഷ്ടീകരിച്ച ജൈവവളം. ആ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഈ കുഴികളിലിട്ട് ഏതാണ്ട് 3/4 കുഴിയിലിട്ടിട്ട് മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. തൂമ്പ കൊണ്ട് കിളച്ച് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഭൂമി നിരപ്പ് വരെ ആവും. അതിന് മുകളിലേക്ക് നമ്മൾ ഈ വേര് പിടിച്ച ചേമ്പ് എടുത്ത് വെക്കുക. ചേമ്പ് ഏറ്റവും മുകളമാണെങ്കിൽ നാട്ടി വെക്കാം, അല്ലെങ്കിൽ ഇതിനെ പടത്തിയിടാം. വേരുകളെല്ലാം വരത്തക്ക രീതിയും ചേമ്പ് വെച്ചതിന് ശേഷം അതിനെ നമ്മൾ തൂമ്പ കൊണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണ് വെട്ടി മൂടുക. അപ്പം കുഴിക്ക് കുറച്ചുകൂടെ സൈഡ് വക്കൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ല വട്ടം കിട്ടും. മണ്ണിട്ട് നല്ലപോലെ മൂടി ഏതാണ്ട് 1/2 അടി താഴ്ച പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ മണ്ണിട്ട് മൂടിയിട്ട് കാലുകൾ കൊണ്ട് മെതുകെ ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് തൂമ്പ കൊണ്ട് വേണമെങ്കിൽ ഇതിനെ അമർത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എത്ര കുഴിയുണ്ടോ അത്രയും കുഴികളിൽ ചേമ്പിൻ്റെ വിത്ത് വെച്ച് മൂടുക. ചേമ്പിൻ്റെ വിത്ത് നമ്മൾ സാധാരണ പറിക്കുന്നത് ജനുവരി അവസാനത്തോടു കൂടി ആയിരിക്കും. അത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുളച്ച് വരുന്നതാണ്. മുളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവനെ നമുക്ക് നടാവുന്നതാണ്. ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ അതിന് പൊതയിടണം. പൊതയിടുക എന്ന് വെച്ചാൽ പച്ചക്കറികൾ വാരിയിട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാറ് വിജയൻ. ഇതാണ് നമ്മൾ പൊതയിട്ട് മുളച്ച ചേമ്പാണ് ഈ കാണുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നട്ട ചേമ്പുകളാണ്. ഇത് മുളച്ച് ഇപ്പോൾ ഏതാണ്ട് 2 ഇല വരെ വന്നു.